റിലേഷണൽ ഫങ്ഷൻസിൽ ഏറ്റവും ആദ്യം വരുന്ന ടോപ്പിക് ഇക്വലൻസ് റിലേഷൻ ആണ്. ഇക്വലൻസ് റിലേഷനിൽ തന്നെ ഇക്വലൻസ് റിലേഷൻ ആവാൻ വേണ്ടി സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ ഷുഡ് ബി റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ഇത് 3 കണ്ടീഷൻസ് ആണ് ഇക്വലൻസ് റിലേഷൻ ആവാൻ വേണ്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ, റിഫ്ലെക്സീവ് ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് എ ബിലോങ്സ് ടു ആർ ഫോർ എവറി എ ബിലോങ്സ് ടു എ, അതാണ് റിഫ്ലെക്സീവ് ആവാനുള്ള കണ്ടീഷൻ. എ ആറിൽ ഉണ്ടാവണം. ഏതൊരു എ ബിലോങ്സ് ടു എ എടുത്തു കഴിഞ്ഞാലും, എ ബിലോങ്സ് ടു എ എന്ന് പറയുന്നത് സെറ്റിൽ നിന്ന് ഏതൊരു എ എടുത്തു കഴിഞ്ഞാലും ആ ഇപ്പൊ സെറ്റിൽ 1 2 3 എന്ന് പറയുന്ന എലമെന്റ്സ് ആണ് ഉള്ളതെങ്കിൽ 1 1 ഉണ്ടാവണം, 2 2 ഉണ്ടാവണം, 3 3 ഉണ്ടാവണം. അതാണ് റിഫ്ലെക്സീവ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് പറയുന്നത്. ഇനി അടുത്തത് സിമെട്രിക് കണ്ടീഷൻ ആണ്. സിമെട്രിക് കണ്ടീഷൻ പറയുന്നത് ഇഫ് എ ബി ബിലോങ്സ് ടു ആർ ദെൻ ബി എ ബിലോങ്സ് ടു ആർ. എ ബി ആറിൽ ഉണ്ടെങ്കിൽ ബി എയും ആറിൽ ഉണ്ടാവണം. അങ്ങനെയുള്ള കണ്ടീഷനാണ് സിമെട്രിക് ആവാനുള്ള കണ്ടീഷൻ. എ ബി ഉണ്ടെങ്കിൽ ബി എയും ഉണ്ടാവണം ഫോർ എവറി എ ബി ബിലോങ്സ് ടു എ. ഇനി ട്രാൻസിറ്റീവ് ആവാനുള്ള കണ്ടീഷൻ എന്തായിരിക്കും? എ ബിയും ഉണ്ടാവണം, ബി സിയും ഉണ്ടാവണം. ഉണ്ടെങ്കിൽ എ സി ഉണ്ടാവണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ എ സി ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആദ്യം എ ബിയും ബി സിയും സെറ്റിലുണ്ടോ ആറിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ, അത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ എ സി ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എ ബിയും ബി സിയും ഇല്ലെങ്കിൽ നമുക്ക് ട്രാൻസിറ്റീവ് ആണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാം. ഇനി അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ആണ്. Show that the relation R in the set 1 2 3 given by R equal to set 1 2 2 1 is symmetric but neither reflexive nor transitive. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെറ്റ് 1 2 3 തന്നിരിക്കുന്നത്, R തന്നിരിക്കുന്നത് 1 2 2 1 ആണ്. ഇത് സിമെട്രിക് ആണ്, പക്ഷെ റിഫ്ലെക്സീവും ട്രാൻസിറ്റീവും അല്ല എന്ന് കാണിക്കാം. അപ്പോൾ റിഫ്ലെക്സീവ് ആവുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് 1 1 1 2 3 എന്ന് പറയുന്നതാണ് സെറ്റിലുള്ള എലമെന്റ്സ്. അപ്പൊ 1 1 2 2 3 3 ഒക്കെ ഉണ്ടാവണം ഇത് നമ്മുടെ ആറിൽ. പക്ഷെ ഇവിടെ ആറിൽ 1 1 ഇല്ല, 2 2 ഇല്ല, 3 3 ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ആ കണ്ടീഷൻ വെച്ച് നമുക്ക് എന്ത് പറയാം? റിഫ്ലെക്സീവ് അല്ല എന്ന് പറയാം. ഇനി നമുക്ക് എന്ത് ചെക്ക് ചെയ്യണം? ട്രാൻസിറ്റീവ് അല്ല എന്ന് ചെക്ക് ചെയ്യണം, സിമെട്രിക് ആണെന്ന് കാണിക്കാം. അപ്പൊ സിമെട്രിക് ആണെന്ന് കാണിക്കാൻ സിമെട്രിക് ആണെന്നുള്ള കണ്ടീഷൻ എന്താ? എ ബി ഉണ്ടെങ്കിൽ ബി സി, എ ബി ഉണ്ടെങ്കിൽ ബി എയും ഉണ്ടാവണം. അതാണല്ലോ സിമെട്രിക് ആവുന്ന കണ്ടീഷൻ. അപ്പൊ 1 2 ഉണ്ടെങ്കിൽ 2 1 ഉണ്ടാവണം. അത് സെറ്റിലുണ്ട്. അതുകൊണ്ട് ആറ് എന്താണെന്ന് പറയാം? സിമെട്രിക് ആണെന്ന് പറയാം. ഇനി ട്രാൻസിറ്റീവ് ആവുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് 1 2 2 1 ഉണ്ടെങ്കിൽ 1 1 ഉണ്ടാവണം. പക്ഷെ ഇവിടെ 1 1 എന്ന് പറയുന്നത് സെറ്റിൽ ഇല്ലാത്തതുകൊണ്ട് ട്രാൻസിറ്റീവ് അല്ല എന്ന് പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഓൺ ദ സെറ്റ് Z ഓഫ് ഇന്റീജേഴ്സ് ഗിവൻ ബൈ R ഈക്വൽ ടു എ ബി സച്ച് ദാറ്റ് 2 ഡിവൈഡ്സ് എ മൈനസ് ബി ഇസ് ആൻ ഇക്വലൻസ് റിലേഷൻ. ഒരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് കാണിക്കണം. ഒരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് കാണിക്കണമെങ്കിൽ അതെന്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം? റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി 2 ഡിവൈഡ്സ് എ മൈനസ് ബി ആണ്. അപ്പൊ റിഫ്ലെക്സീവ് ഉള്ള കണ്ടീഷനിൽ എക്കും ബിക്കും എന്ത് തന്നെ വാല്യൂസ് ഇടാം? എ എന്ന് പറയുന്ന വാല്യൂ തന്നെ ഇടാം. അപ്പൊ 2 divides a minus a for every a belongs to z. Therefore a belongs to r എന്ന് പറയാം. a r ഉണ്ടെങ്കിൽ r റിഫ്ലെക്സീവ് ആണ്. ഇത് സിമെട്രിക് ആവുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് a b r ഉണ്ടെങ്കിൽ b യും r ഉണ്ടാവും. അപ്പൊ 2 divides a minus b നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ 2 divides b minus a യും ആയിരിക്കും. അപ്പൊ b r ഉണ്ടെന്ന് പറയാം. ഇനി ട്രാൻസിറ്റീവ് ആവുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് a b ബി സിയും ആറിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ 2 ഡിവൈഡ്സ് എ മൈനസ് ബി 2 ഡിവൈഡ്സ് ബി മൈനസ് സി എന്ന് എഴുതും. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബിയും ബി മൈനസ് സിയും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ എ മൈനസ് ബിയും എന്താ ഇവിടെ ചെയ്തേക്കുന്നത് നോക്കിയേ. ഇവിടെ എ മൈനസ് ബിയും തന്നിട്ടുണ്ട് നമ്മുടെ സെറ്റില്, ബി മൈനസ് സിയും തന്നിട്ടുണ്ട്. അത് രണ്ടും കൂടി ആഡ് ചെയ്തിരിക്കുകയാണ് ഈ കാണിച്ചിരിക്കുന്നത്.
എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി. അപ്പോൾ എ മൈനസ് സി എന്ന് കിട്ടും. അപ്പോൾ 6 ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. ഇനി ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ ആണ്. ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 1 ഉണ്ട്, ഓൺ ടു ഉണ്ട്. 1 1 ഓൺ ടു ബൈജക്റ്റീവ്. ബൈജക്റ്റീവ് എന്ന് പറയുന്നത് ബോത്ത് 1 1 ആൻഡ് ഓൺ ടുവിനെയാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. 1 1ന്റെ കണ്ടീഷൻ നോക്കാം. ഇഫ് ദി ഇമേജസ് ഓഫ് ഡിസ്റ്റിങ്ക്ട് എലമെന്റ് ഓഫ് എക്സ് അണ്ടർ എഫ് ആർ ഡിസ്റ്റിങ്ക്ട് എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു സെറ്റില് കുറച്ച് എലമെന്റ്സ് ഉണ്ട്. ഒരു സെറ്റില് വേറൊരു സെറ്റില് വൈ എന്ന് പറയുന്ന സെറ്റില് കുറച്ച് എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കും. എക്സിലുള്ള എല്ലാ എലമെന്റ്സിനും ഇപ്പുറത്ത് ഇമേജുകൾ ഉണ്ടെങ്കിൽ, അതും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജുകൾ ഉണ്ടെങ്കിൽ 1 1 ആണെന്ന് പറയാം. അതിന്റെ കണ്ടീഷനാണ് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് ആവശ്യം വരും. x1 x2 ബിലോങ്സ് ടു x, എഫ് ഓഫ് x1 ഉം എഫ് ഓഫ് x2 ഈക്വൽ ആണെന്ന് നമ്മൾ ആദ്യം തന്നെ അസ്യൂം ചെയ്യും. എന്നിട്ട് നമ്മൾ x1 ഈക്വൽ ടു x2 എന്ന് പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയാൽ അത് 1 1 ആണെന്ന് നമുക്ക് പ്രോബ്ലത്തിൽ പറയാം. ഇനി ഇഫ് every element of y is the image of some element of x under f such that f of x equal to y. എല്ലാ എലമെന്റ് ഓഫ് y, ഏതൊരു എലമെന്റ് സെറ്റ് y, ഇപ്പൊ സെറ്റ് എക്സ് സെറ്റ് y എന്ന് വിചാരിക്കാം. അപ്പൊ സെറ്റ് yയിലെ ഏതൊരു എലമെന്റ് ചൂസ് ചെയ്താലും ഏതൊരു എലമെന്റിനും ഇപ്പുറത്ത് പ്രീ ഇമേജുകൾ ഉണ്ടാവണം, അല്ലെങ്കിൽ റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആയിരിക്കണം. ആ ഒരു കണ്ടീഷനാണ് ഓൺ ടു എന്ന് പറയുന്നത്. ഇനി ബൈജക്റ്റീവ് ആവാനുള്ള കണ്ടീഷൻ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ബോത്ത് 1 1 ആൻഡ് ഓൺ ടു. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഷോ ദാറ്റ് ഫ്രം -1 1 to r given by f of x equal to x by x plus 2 is 1 1. 1 1 ആണെന്ന് കാണിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു f of x1 f of x2 ഈക്വൽ ആണെന്ന് നമ്മൾ ആദ്യം തന്നെ അസ്യൂം ചെയ്യും. അപ്പൊ f of x1ന്റെ വാല്യൂ x1, f of xന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് x by x plus 2. അപ്പൊ f of x1ന്റെ വാല്യൂ എന്തായിരിക്കും? x1 ഡിവൈഡഡ് ബൈ x1 plus 2 ആയിരിക്കും. അതേപോലെ f of x2ന്റെ വാല്യൂ x2 ഡിവൈഡഡ് ബൈ x2 plus 2 ആയിരിക്കും. അപ്പോൾ നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? x1 ഈക്വൽ ടു x2 എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇനി കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് ആണ്. Let f from x to y and g from y to z be two functions. Then the composition of f and g is the function g composite f x to z given by g composite f of x is equal to g of f of x. g composition, ആ composition മാറ്റിയിട്ട് അവിടെ ബ്രാക്കറ്റ് അത്രയും ചെയ്താൽ മതി കോമ്പോസിഷൻ. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്. Let f from 1 3 4 to 3 4 5 and g from 3 4 5 to 6 8 10 be functions defined by f of 1 equal to 3, f of 3 equal to 4, f of 4 equal to 5, f of g of 3 equal to 6, g of 4 equal to 8, g of 5 equal to 8. Find g composite f of 5 f of 3 കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ g composite f of 3 എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? g of f of 3 ചെയ്താൽ മതി. g of f of 3 എന്ന് പറയുന്നത് ഈ f of 3യുടെ വാല്യൂ എന്താണെന്ന് നമുക്ക് തന്നിരിക്കുന്നത് 4 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ g of 4 ഈക്വൽ ടു g of 4ന്റെ വാല്യൂ 8 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 8 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ കൺക്ലൂഡ് ചെയ്യാം. ഇനി ബൈനറി ഓപ്പറേഷനിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് തന്നെ നമുക്ക് ബൈനറി ഓപ്പറേഷൻ എന്തെന്നാണ് ക്ലിയർ ആവും. ഷോ ദാറ്റ് സ്റ്റാർ ഫ്രം r to r given by ab to a by b is not a binary operation. ab to a by b ഒരു ബൈനറി ഓപ്പറേഷൻ അല്ല എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പൊ എയും ബിയും നമ്മൾ എന്തിന്ന് സെലക്ട് ചെയ്യണം? റിയൽ നമ്പേഴ്സിൽ നിന്ന് സെലക്ട് ചെയ്യണം. ഈ ആറിൽ നിന്ന് സെലക്ട് ചെയ്യണം. അപ്പൊ റിയൽ നമ്പേഴ്സിൽ നിന്ന് ഒരു നമ്പർ ആണ് 0 എന്ന് നമുക്കറിയാം. 0 ബിലോങ്സ് ടു r and a star 0. a star 0 എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? a by b ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ a star 0 equal to a by 0 is not defined. Therefore, a star 0 doesn't belongs to r. Therefore, star is not a binary operation. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും വെച്ച് കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ +2 സിലബസിലെ ആദ്യത്തെ ചാപ്റ്ററിലെ കുറച്ച് പോർഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. താങ്ക് യു.